الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين. صدق الله العظيم. وقال نبينا محمد صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. ഏറെ സ്നേഹമുള്ള സൈഫുദ്ദീൻ ഉസ്താദ്, അതുപോലെ ബാംഗ്ലൂരിലെ പ്രവാസികളായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒത്തുചേരലിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. തികച്ചും അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത്. വേറൊരു ദൗത്യവുമായി ബാംഗ്ലൂരിലേക്ക് വന്നതായിരുന്നു. ഏതായാലും ഏറെ സന്തോഷമുണ്ട് അല്പനേരം നിങ്ങളുമായിട്ട് ഒന്നിച്ച് ഇരിക്കാൻ അവസരം ലഭിച്ചതിൽ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബാംഗ്ലൂരിൽ കടലില്ല എന്നാണ് സൈഫുദ്ദീൻ സാഹിബ് പറഞ്ഞത്. എന്നാലും നമുക്കൊരു കടൽക്കരയിലേക്കൊരു ടൂറ് പോയാലോ? നാട്ടിലാവാം, അല്ലെങ്കിൽ മംഗലാപുരത്തോ എവിടെയെങ്കിലും. കടൽക്കരയിലെത്തിയാല് നിങ്ങൾ എന്തായിരിക്കും ചെയ്യാം? പലരും പല വിധത്തിലാണ് കടലിനോട് പ്രതികരിക്കുക, അല്ലേ? ചിലര് കടലേ എന്ന് പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും, കടലിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ. വേറെ ചിലരെന്താ ചെയ്യാം? കടല വാങ്ങിച്ചിട്ട് കടല കുറിച്ചുകൊണ്ട് നാട്ടുവർത്താനം പറയുന്നുണ്ടാവും. അവര് കടലിനെ കാണുന്നേ ഇല്ല. ഇനിയും ചിലര് കടൽ തീരത്തേക്ക് ചെന്നിട്ട് തിരയുമായി സല്ലപിക്കും. തിര അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് തിര ഇങ്ങോട്ട് വരുമ്പോ ഓടിക്കയറി, അല്ലേ? നല്ല രസമുള്ള പരിപാടിയാണ്. വേറൊരു പരിപാടിയുണ്ട്. കടൽ തീരത്ത് കാലിലെ പെരുവിരൽ കൊണ്ട് ചിത്രങ്ങൾ വരച്ചിട്ട് അത് തിര മായ്ച്ചു കളയുന്നത് നോക്കി നിൽക്കാൻ നല്ല രസമാണ്. വേറെ ചിലർ എന്തായിരിക്കും ചെയ്യാം? കടലിൽ ഇറങ്ങി കുളിക്കും, അല്ലെങ്കിൽ അക്കരെ വരെ നീന്തുന്നവരുണ്ടാവും. സാഹസികന്മാരാണ് അവര്. വളരെ അപൂർവം ചിലര് കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് മുത്തും പവിഴവും വാരിയെടുക്കും. നിങ്ങൾ ഇതിൽ ഏത് ഗണത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചത്. കടല കുറിക്കല്ലേ? അല്ല, അധ്വാനില്ലാത്ത പണിയാണ്. ഇനി നമുക്ക് ഈ ഉദാഹരണത്തെ ഖുർആനാകുന്ന അറിവിന്റെ പാരാവാരത്തിലേക്ക് ചേർത്ത് വെക്കാം, അല്ലേ? നമ്മുടെയൊക്കെ വീട്ടില് ധാരാളം ഖുർആൻ ഉണ്ടാവും. വീട്ടില് ഉണ്ടല്ലോ, റിസപ്ഷൻ റൂമില്, ഹാളില് നല്ലൊരു ഷോക്കേസ് ഉണ്ടാവും. അതില് നമ്മുടെ മക്കളുടെ ട്രോഫികളും മെഡലും ഒക്കെ ഇങ്ങനെ നമ്മൾ പ്രദർശിപ്പിക്കും. അതിന് മുകളിലെ തട്ടില് ഖുർആൻ ഉണ്ടാവും, അല്ലേ? ഖുർആൻ താഴെ വെക്കാൻ പറ്റൂലല്ലോ. പക്ഷേ ആ ഷോക്കേസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ സോഫ സെറ്റ് ഇടും. അതിലിരുന്ന് നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം വരെ. പക്ഷെ നമ്മൾ ഒരിക്കലും കടലാകുന്ന ഖുർആനിലേക്ക് നോക്കുന്നില്ല. ചിലപ്പോ ഇങ്ങനെ അത്ഭുതത്തോടെ കൗതുകത്തോടെ നോക്കും, അല്ലെ? വാപ്പ ഹജ്ജിന് പോയപ്പോ കൊണ്ടുവന്നത്, ഉമ്മ ഉംറക്ക് പോയപ്പോ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. സ്വർണ്ണ ലിപിയിൽ എഴുതിയത്, കാലിഗ്രാഫിക് സ്റ്റൈലിൽ എഴുതിയത്,
ഇങ്ങനെയൊക്കെ ഖുർആനിനെ കൗതുകമായിട്ട് നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. പിന്നെ അധികം പേരും എന്താ ചെയ്യാം, തിരയുമായി സല്ലപിക്കാന്ന് പറഞ്ഞ പോലെയാണ്. കുറച്ചു പേര് അക്കരെ വരെ നീന്തുന്നവരുണ്ട്, അവര് ഹാഫിളുകളാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കള് ചിലപ്പോ അങ്ങനെ ഹാഫിളായിട്ടുണ്ടാവും. പക്ഷെ ഹാഫിളുകൾ പലപ്പോഴും ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല. ഇങ്ങനെ മുകൾ പരപ്പിലൂടെ അക്കരെ വരെ നീന്തിപ്പോകും അല്ലെ. അപൂർവം ചിലര് ആഴങ്ങളിലേക്ക് ഓളിയിട്ട് മൊത്തം പവിഴവും വാരിയെടുക്കുന്നുണ്ടാവും അല്ലെ. വളരെ അപൂർവം ചിലരാണ്. ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ അങ്ങനെ മുങ്ങാൻ കുഴിയിട്ട് മൊത്തം പവിഴവും വാരിയെടുക്കുന്നവരായിരിക്കും. പക്ഷെ അധികം പേരും നേരത്തെ പറഞ്ഞ തിരയുമായി സല്ലപിക്കാന്ന് പറഞ്ഞ പോലെ നിസ്കാരത്തില് അൽ ഫാത്തിഹ ഓതി നമ്മൾ കാല് നനയാതെ ഓടിക്കയറൂലേ കടൽ തീരത്തുനിന്ന് എന്ന പോലെ ഓടിക്കയറും. പിന്നെ നമ്മൾ പിന്നെയും അങ്ങോട്ട് ചെല്ലാണ്, തീരത്തേക്ക് ചെന്നിട്ട് കുൽഹുവല്ലാഹു ഓതും, അല്ലെങ്കിൽ ഇന്നാഴത്തേക്ക് ഓതും അല്ലെ. എന്നിട്ട് കാല് നനയാതെ ഓടിക്കയറും. ഖുർആനുമായുള്ള പൊതുവെ മുസ്ലിം സമൂഹത്തിന്റെ ബന്ധം അങ്ങനെയാണ് എന്ന് നമ്മൾ ഉദാഹരണം പറയാറുണ്ട്. കാല് നനയാതെ എന്ന് പറഞ്ഞാൽ ജീവിതവുമായിട്ടൊന്നും വല്ലാതെ അങ്ങ് ബന്ധിപ്പിക്കാതെ അത്യാവശ്യം നിസ്കരിക്കാൻ ഒരു അൽ ഫാത്തിഹ ഫർളാണ്, അതുകൊണ്ട് അത് ഓതണം. പിന്നെ ഒരു സൂറത്ത് കൂടി ഓതിയാൽ സുന്നത്തുമായി അല്ലെ. ഇങ്ങനെ ഖുർആനുമായിട്ട് തിരയുമായി സല്ലപിക്കും പോലെ കളിക്കുന്നവരാണ് സമുദായത്തിന് അധികവും എന്ന് പറയാം. പൊതുവെയുള്ളൊരു അവസ്ഥയാണത്. യഥാർത്ഥത്തിൽ ഖുർആൻ എന്താണ്? അതിനുവേണ്ടി മാത്രം ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. ഖുർആൻ അങ്ങനെയല്ല ആവേണ്ടത്. പണ്ട് മദ്രസയിൽ പഠിച്ച ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സൂറകളുമായുള്ള ഒരു ബന്ധം മാത്രം പോരാ. വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ എന്താ? ഖുർആൻ വഴികാട്ടിയാണ്. ഖുർആൻ തന്നെ പറയുന്നില്ലേ, ഹുദൻ ലിന്നാസ്, മനുഷ്യർക്ക് വഴികാട്ടിയാണ് ഖുർആൻ. അപ്പൊ നിങ്ങൾ അധികവും ഇങ്ങോട്ടിപ്പോ വന്നിരിക്കുന്നത് യൂബർ അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങളുള്ള വാഹനം വിളിച്ചുകൊണ്ടായിരിക്കും അല്ലെ, ക്യാബ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും. അപ്പൊ അയാള് നമ്മളെ സ്ഥലത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ മാപ്പ് റെഡിയാക്കിയിട്ട് അതിൽ നോക്കിയാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അല്ലെ. അതാണ് ശരിക്കും ഹുദ, വഴി കാണിക്കുക, ആ വഴിയെ പിന്തുടരലാണ് ഹുദ എന്ന് പറയുമ്പോൾ. ശരിക്കും നമ്മുടെ ലൈഫില് ഈ വഴി അറിയാതെ മുന്നോട്ട് പോകാൻ കഴിയും. ഈ വലിയ സിറ്റിയില് ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ ചെന്നെത്തിക്കൊണ്ടേയിരിക്കുന്നു. എങ്കിൽ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് ഇടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ല. മകളായി, സഹോദരിയായി, ഇണയായി, ഉമ്മയായി, വല്യമ്മയായി, അമ്മായിയമ്മയായി അല്ലെ. ഇതേപോലെ തന്നെ ആണുങ്ങളെ കുറിച്ചും പറയാം. പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. പിന്നെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുമായിട്ട് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. വിദ്യാർത്ഥിയായി, അധ്യാപകരായി, തൊഴിലാളിയായി, മുതലാളിയായി, ഇങ്ങനെ ഭരണീയനായി, ഭരണാധികാരിയായി, വ്യത്യസ്ത ഘട്ടങ്ങൾ. ഇവിടെയൊക്കെ വഴി കാണിക്കുക എന്നതാണ് ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാന്നുള്ളതല്ല, ദൈവികമായ വഴികാട്ടലാണ് ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. അതാണ് ഹുദ. മറ്റൊരു വാക്കാണ് അൽ ഫുർഖാൻ. ഖുർആൻ തന്നെ ഖുർആന്റെ പേരായിട്ട് പറയുന്നു. ഒരു സൂറത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ് അല്ലെ, അൽ ഫുർഖാൻ. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദി എന്നൊക്കെ അല്ലാഹു പറയുന്നുണ്ട്. അതെന്താ ഉദ്ദേശം? വേർതിരിക്കലാണ്, വളരെ സെലക്റ്റീവ് ആകുക എന്നതാണ്. ഏത് സാഹചര്യത്തിലും ഏത് തിരഞ്ഞെടുക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂർ സമയം ഖുർആനിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തതാണ്. അങ്ങനെയാണ് നമുക്കിപ്പോ ഇവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത് അല്ലെ. വേറെ പലതിനു വേണ്ടി ഉപയോഗിക്കായിരുന്നു. ഈ സെലക്ഷനില് ഏറ്റവും പ്രധാനം സ്വന്തം ജീവിതത്തെ എന്തിനു വേണ്ടി വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കലാണ്.
അത് തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. നമ്മളാകുന്ന ഈ ശരീരത്തിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പറയില്ലേ, ഇപ്പൊ മൊബൈല് പുതിയത് വാങ്ങിക്കുമ്പോൾ അതിൽ ഒരുപാട് പുതിയ പുതിയ ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കും. എന്ന പോലെ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, കൈ, കാല്, അല്ലെ, ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കണം? ഇവിടുന്നാണ് ഖുർആൻ മനുഷ്യനെ നേരിട്ട് വന്ന് സ്പർശിക്കുന്നത്. പ്രാഥമികമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിശ്ചയം കേൾവി, കാഴ്ച, ബുദ്ധിശക്തി എല്ലാം ചോദ്യം ചെയ്യപ്പെടും നാളെ. അതുകൊണ്ട് ബോധപൂർവം ഉപയോഗിക്കണം, അല്ലേ? ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒരു നാൾ വരും, അന്ന് എന്താവും? നാവുകൾ മുദ്ര വയ്ക്കപ്പെടുകയും കൈ സംസാരിക്കുകയും കാല് സാക്ഷി നിൽക്കുകയും ചെയ്യും എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മുതല് എൻ്റെ ഈ ജീവിതത്തിലെ അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഇതാണ് അൽ ഫുർഖാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓരോ നിമിഷവും ഓരോ അനുഭവങ്ങളും എങ്ങനെയാവണം എന്നുള്ളതാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ അറിയാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. പുതിയ കാലത്ത് നമ്മൾ കേൾക്കുന്നില്ലേ, എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം ഒക്കെയാണ്, അല്ലെ? അതൊരു ഇസത്തിന്റെ പേരാണ്. ഇപ്പൊ ലിബറൽ ഇസം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എൻ്റെ ശരീരത്തെ എനിക്ക് തോന്നും പോലെ ഞാൻ എങ്ങനെയും ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ അയാൾ പിന്നെ മനുഷ്യനാണെന്ന് പറയാൻ സാധ്യമല്ല. അയാള് മറ്റേതോ ജീവിയായിട്ട് മാറിപ്പോവാണ്, അല്ലെ? അവിടെയാണ് ഖുർആൻ കൃത്യമായിട്ട് വഴി നിർണയിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പുതിയ കാലത്ത് പ്രത്യേകിച്ചും പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ വഴി കാട്ടിയായിട്ട് മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പഠിക്കൽ കൂടെ അനിവാര്യമായ ബാധ്യതയായിട്ട് മാറുന്നുള്ളത്. ശരിക്കും നമ്മൾ ഖുർആൻ എങ്ങനെ സമീപിക്കുന്നത്, എങ്ങനെ സമീപിക്കേണ്ടത്, അതൊരു വലിയ വിഷയമാണ്. ഷെയ്ഖ് യൂസഫ് അൽ ഖർദാവിയുടെ വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, കൈഫ നതആമലു മഅൽ ഖുർആൻ. നമ്മൾ ഖുർആനിനെ എങ്ങനെ സമീപിക്കണം, ഖുർആനുമായി എങ്ങനെ പെരുമാറണം എന്നാണ്. മലയാളത്തിലും ആ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഖുർആനോടുള്ള സമീപനം എന്നാണ് പുസ്തകത്തിന്റെ പേര്. സാധാരണഗതിയിൽ നമ്മൾ ഉളവോടുകൂടി സ്പർശിക്കുക, അല്ലെ, ഖുർആനെ ആദരിക്കുക, അതിനെ മുകളിൽ ഒന്നും വെക്കാതിരിക്കാം, ഇങ്ങനെയൊക്കെയാണ് ഖുർആനെ സമീപിക്കുക എന്ന് പറയുമ്പോൾ. അതിനപ്പുറത്ത് ഖുർആനിനോടുള്ള നമ്മുടെ യഥാർത്ഥ ബന്ധം എങ്ങനെയായിരിക്കണം? ഉദാഹരണത്തിന് കുൽ, നമ്മൾ മദ്രസയിൽ പഠിച്ചൊരു അർത്ഥമുണ്ട്, പ്രവാചകരെ താങ്കൾ പറയുക എന്നാണ്, അല്ലെ? ശരിയല്ലേ? ശരിയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഈ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കുൽ എന്ന് ഉച്ചരിക്കുമ്പോൾ ആരോടാ സംസാരിക്കുന്നത്? ആരോടാ? അല്ലാഹു സുബ്ഹാനഹു തആല എന്നോടും നിങ്ങളോടും നേരിട്ട് സംസാരിക്കാണ്, അല്ലെ? നീ പറയൂ, അല്ലാഹു സംസാരിക്കാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ടോ അല്ലാഹു നമ്മോട് സംസാരിക്കുമ്പോ? ഉണ്ടാവും. നിങ്ങളുടെ ഫോണിൽ ഇപ്പൊ ഒരു കോള് വരികയാണ്, പരിചയമില്ലാത്ത നമ്പറാണ്. ആരാണ്? ഐ എം നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. എന്താ സംഭവിക്കാം? പഠിച്ചോനെ, ആകെ ബേജാറായി, കയ്യും കാലൊക്കെ പറിച്ചു, അല്ലേ? വേറൊരു കോള്, ആരാ? സാക്ഷാൽ ട്രംപാണ് വിളിക്കുന്നത്. ബോധം കെട്ട് വീണു പോലെ, അല്ലേ? നെതന്യാഹു ആണെങ്കിലും പിന്നെ പറയണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊക്കെ പടച്ചവന്റെ വെറും പടപ്പുകളല്ലേ? പക്ഷെ അവര് ഏതോ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ? അതുകൊണ്ട് അവരെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനോഭാവം മാറി. ഉറക്കത്തിലാണെങ്കിലും ഞെട്ടിപ്പാണ്. ഇവരെല്ലാം പടച്ച റബ്ബുൽ ആലമീനായ തമ്പുരാൻ നേരിട്ട് നമ്മോട് സംസാരിക്കുമ്പോൾ ഒരു മൈൻഡും ഇല്ല. കുലുവല്ലാഹു ആയത്,
അല്ലാഹു സമദ്. എത്ര കൂളായിട്ട് നമ്മൾ ഓതി പോകുന്നത്. ശരിക്കും എവിടെ പ്രശ്നം? നമ്മുടെ മൈൻഡ് സെറ്റിലാണ് പ്രശ്നം, അല്ലെ? നമ്മുടെ മനോഭാവത്തിലാണ് പ്രശ്നം. അതാണ് മാറ്റിയെടുക്കേണ്ടത്. ശരിക്കും എന്നോട് എൻ്റെ റബ്ബ് ഇപ്പോൾ ഇവിടെ വെച്ച് നേരിട്ട് വർത്തമാനം പറയുന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ചെറിയ കാര്യമാണോ? ഏതെങ്കിലും ഒരു നേതാവിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ, ഒരു ഭരണാധികാരിയുമായിട്ട് അല്പനേരം ഒരു കാര്യം പ്രസന്റ് ചെയ്യണമെങ്കിൽ ആരുടെയൊക്കെ കാല് പിടിക്കണം, അല്ലേ? അവിടെയാണ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ നേരിട്ട് വന്ന് എന്നോട് നിങ്ങളോട് വർത്തമാനം പറയാണ്, നേരിട്ട് സംസാരിക്കാൻ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അനുഭൂതി ശരിക്കും ഖുർആനിലൂടെ കിട്ടുന്നുണ്ടോ? മാനസികാവസ്ഥയിൽ കാര്യമായ മാറ്റം വരണം, അതേ വേണ്ടുള്ളൂ. അല്ലാതെ എല്ലാം റസൂലിനോട് പറഞ്ഞതാണ്, റസൂല് ചെയ്യട്ടെ എന്ന് തീരുമാനിക്കാം. അപ്പൊ നമുക്ക് മാറിയിരിക്കാം എപ്പോഴും, അല്ലെ? ചരിത്രപരമായിട്ട് പറയുമ്പോൾ അങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടാണ് അള്ളാഹു ആദ്യം സംസാരിക്കുന്നത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവ് വിട്ട് പോയി, അവിടുത്തെ ദൗത്യം പൂർത്തീകരിച്ച് കടന്നുപോയി. ഇപ്പൊ ഖുർആൻ നമ്മുടെ കയ്യിലാണ്. ഈ ഖുർആൻ നമ്മോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണം ഖുർആനുമായി ബന്ധപ്പെട്ട്. ശരിക്കും ഖുർആൻ എവിടെയാണ് ഇറങ്ങിയത്? എവിടെയാണ്? മക്കയിലാണ്, മദീനയിലാണ്, ഇറാ ഗുഹയിലാണ്, അല്ലെ? ഇതൊക്കെ മറുപടികളാണ്. പക്ഷെ ശരിക്കും അവിടെയാണ് ഇറങ്ങിയത്. എവിടെ? നേരത്തെ ഞാൻ ഓതിയ ആയത്തിലുണ്ടായിരുന്നു, സൂറത്ത് ഷുആറയിലെ അലാ ഖൽബിക, അല്ലെ? അലാ ഖൽബിക, താങ്കളുടെ ഖൽബിലാണ് ഈ ഖുർആനിനെ ഇറക്കി വെച്ചത്. ഖൽബിന്റെ പ്രത്യേകത എന്താ? ഇളകി മറിയാന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും ചിലപ്പോൾ വീട്ടിലായിരിക്കും, അല്ലെ? പലതും ചിന്തിക്കുക, നിങ്ങൾ ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ എവിടെയോ ആയിരിക്കും നിങ്ങളുടെ മൈൻഡ്. ഇതാണ് ഖൽബ്, ഇളകി മറിയാണ്. ശരിക്കും ഇളകി മറിയുന്ന ഒരു കടലില് ഒരു വഞ്ചി ഇറക്കി വെച്ച പോലെ ആണ് ഖുർആനിനെ ഖൽബിലേക്ക് അല്ലാഹു ഇറക്കി വെച്ചത്, അല്ലെ? അങ്ങനെയാ സംഭവിച്ചു. എന്നിട്ട് നമ്മളോട് പറയണം അക്കരയ്ക്ക് തുഴയാൻ. ഈ കടലിലൂടെ തന്നെ തുഴഞ്ഞ് അക്കരെ എത്തണം. അതാണ് ജീവിതം. ഈ ജീവിതം തുഴഞ്ഞ് സ്വർഗത്തിൽ എത്തലാണ്. എന്നാലും ഇളകി മറിയുന്നതിൽ എന്തിനാ പഠിച്ചോനെ ഇറക്കി വെച്ചത്? എന്തിനായിരിക്കും? ഇളകി മറിയുന്നതിലെ മാറ്റം ഉണ്ടാവുകയുള്ളൂ. കെട്ടിക്കിടക്കുന്ന ജലാശയത്തില് പൂപ്പല് വന്ന്, അല്ലെ, പിന്നെ അത് കേടാവും. ഇളകി മറിയുന്നതിലാണ് മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഖൽബിലേക്ക് ഇറക്കി വെച്ചത്. പക്ഷെ എന്നിട്ടും നമ്മുടെ ഖൽബില് മാറ്റം ഉണ്ടാകുന്നില്ലേ എന്നുള്ളതാണ്. ഖുർആനിലെ 3 സങ്കേതങ്ങളുണ്ട്, 3 ഷെൽഫുകളുണ്ട്. ഖുർആനിനെ അള്ളാഹു ഇറക്കി വെച്ച 3 സങ്കേതങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതിലൊന്നാണ് ഖൽബ്, ഇളകി മറിയുന്നതാണ് ഖൽബ്. രണ്ടാമതൊന്നുണ്ട്, അതിന്റെ പേരെന്താണെന്നറിയാം? സദ്ർ എന്നാണ്. സദ്ർ. ഖുർആൻ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, അല്ലെ? ഖുർആൻ നമ്മുടെ നെഞ്ചകത്തെ അസ്വസ്ഥതകൾക്ക് ശിഫയാണ്. അങ്ങനല്ലേ? ഓതുമ്പോ സമാധാനം കിട്ടും, പഠിക്കുമ്പോ സമാധാനം കിട്ടും, അതിലെ ആശയങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാവും. ആ നിലയ്ക്ക് ശിഫയാണ്. പക്ഷെ അവിടെ ഉപയോഗിച്ച വാക്ക് സദ്ർ എന്നാണ്. സദ്ർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ഖൽബിന്റെ ഉള്ളിലെ ഒരു പ്രത്യേക ഷെൽഫാണ്, ഒരു അറയാണത്. എന്താ നമ്മൾ അറയിലെടുത്ത് വെക്കുക? അമൂല്യമായത്, അല്ലെ? പൊന്നൊക്കെ അങ്ങനെയല്ലേ? സാധാരണ ഡ്രോയറിലെല്ലാം വെക്കുക. അതിന് ഉള്ളിലുള്ളൊരു വലുപ്പിലേക്ക് പ്രത്യേകമായിട്ട് എടുത്തു വെക്കൂലേ? അതിനാണ് സദ്ർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതൊരു രഹസ്യ അറയാണ്. സൂറത്തുൽ ആദിയാത്തിലെ അവസാനം പറയുന്നുണ്ട്, വഹുസ്സില മാ ഫിസ് സുദൂർ, അല്ലെ? ആ രഹസ്യ അറയിലുള്ളത്
വെളിപ്പെടുത്തപ്പെടും. നമ്മൾ പ്രത്യേകം ആരോടും പറയാതെ എടുത്തു വെച്ചത് വെളിപ്പെടുത്തപ്പെടുന്ന ഒരു നാൾ വരും. അവിടെ സദറാണ് ഉപയോഗിച്ചത്. അതൊരു രഹസ്യം അറിയണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങളുടെ സദറിന്റെ അറയിലേക്ക് വല്ലതും എടുത്തു വെച്ചിട്ടുണ്ടാവും? എന്തെങ്കിലും ഉമ്മ അവസാനം പറഞ്ഞ വസിയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ വാപ്പ പറഞ്ഞത് ഉണ്ടാവും. അത് ഓർക്കുമ്പോ കരച്ചിൽ വരും. ഉമ്മ പറഞ്ഞത് അല്ലെ, നെഞ്ചു പൊട്ടിപ്പോവും. എങ്കിലും റബ്ബുൽ ആലമീനായ തമ്പുരാൻ 6000-ൽ പരം വചനങ്ങളിലൂടെ സംസാരിച്ചിട്ട് അതിൽ ഏതാണ് നിങ്ങൾ സ്വദർ എന്ന ഈ ഷെൽഫിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ആയത്ത് അങ്ങനെ ഉണ്ടാവും ഇല്ലേ? പടച്ചവൻ പറഞ്ഞ 6000-ൽ പരം വചനങ്ങളില് നിങ്ങളുടെ സ്വദറിന്റെ അകത്ത് നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുന്ന, അത് ഓർക്കുമ്പോ തന്നെ വല്ലാത്തൊരു സുഖം, ആശ്വാസം കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഖുർആനില്? ഉണ്ടാവും അല്ലെ? ഉറപ്പാണ്. എന്തെങ്കിലുമൊക്കെ ഇല്ല ഉണ്ടാവും. എന്റെ മനസ്സിലുണ്ട് അങ്ങനെ ചിലത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ദുഃഖിക്കാതിരിക്കും, പടച്ചവൻ കൂടെ ഉണ്ടല്ലോ അല്ലെ? ഇങ്ങനെയുള്ള ചില ക്യാപ്ഷൻസ് ഉണ്ട് ഖുർആനില്, അമൂല്യമാണ്. നേരത്തെ പറഞ്ഞ ആഴങ്ങളിലെ മൊത്തം പവിഴവും പോലെയുള്ളതാണ്. അങ്ങനെ ചിലത് എടുത്തു വെക്കണം. അതെപ്പോഴും ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ അകത്ത്. വഹുവ മഅക്കും ഐനമാ കുന്തും. സൂറത്തുൽ ഹദീദിൽ ഒരു വാചകമാണ്, അവൻ നിങ്ങളോടൊപ്പം നിങ്ങൾ എവിടെയായിരുന്നാലും. അതൊരായത്താണ്. നമ്മുടെ മൊബൈൽ ഇറങ്ങിയ കാലത്ത് ഒരു മൊബൈൽ കമ്പനിക്കാരൻ്റെ ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. എന്താണ്? ഒരു കുട്ടി മുമ്പിൽ നടക്കുന്നു, പിന്നിൽ ഒരു പട്ടിയും നടക്കുന്നു. ക്യാപ്ഷൻ എന്താണെന്നറിയാം? wherever you go I am with you. അല്ലെ? ഓർക്കുന്നില്ല അങ്ങനെ ഒരു ചിത്രം? അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ അതിലാ ഉള്ളത്. ഇതങ്ങ് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ, പടച്ചോനെ, ഞാനൊരു എവിടെയോ വെള്ളത്തിൽ മുങ്ങിപ്പോകും പോലെ, ഏതോ തുരുത്തിൽ അകപ്പെട്ട പോലെ അല്ലെ? ഒന്ന് റേഞ്ചില്ലെങ്കിൽ അങ്ങനെയല്ലേ? ഔട്ട് ഓഫ് റേഞ്ച് ആയി കഴിഞ്ഞാലൊക്കെ അങ്ങനെയാണ്. പക്ഷെ അള്ളാഹു പറയാണ്, വഹുവ മഅക്കും ഐനമാ കുന്തും. നിങ്ങൾ എവിടെയായിരുന്നാലും പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ എന്താ പേടിക്കാൻ? ഇങ്ങനെയുണ്ട് ഒരുപാട് ക്യാപ്ഷൻസ്, പല ശൈലിയിൽ അള്ളാഹു പറയുന്നുണ്ട്. അതിൽ ഏതാണ് നിങ്ങളുടെ സ്വദറിൽ നിങ്ങൾ സൂക്ഷിച്ചതെന്ന് ചോദിച്ചത്? എന്തെങ്കിലും ഉണ്ടാവും? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, മതിയല്ലേ? അത്ര വേണ്ടു. ഖുർആൻ മുഴുവനായിട്ടൊന്നും പഠിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ചിലതുണ്ടല്ലോ, നമുക്ക് എപ്പോഴും മുമ്പേ നടക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് പോലെ നമ്മെ വഴി നടത്തുന്ന വചനങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടെടുക്കാൻ ശ്രമിക്കണം. ഖുർആനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്ത് ഏതാ? സൂറത്തുൽ ദുഹാ ഇഷ്ടം? എനിക്കും അത് തന്നെ ഇഷ്ടം. വല്ലാത്ത സൂറയാണല്ലേ? അല്ലാഹു തആല ഞാനും നീയും എന്ന രൂപത്തിൽ സംസാരിക്കും ഖുർആനിൽ. വല്ലാത്ത ചില സന്ദർഭങ്ങളാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല. അല്ലേ? വല്ലാത്ത വൈകാരികമായ എമോഷണൽ ആയിട്ടുള്ള ഒരു ഫീല് കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹാ. ഇതാണ് സംഭവിച്ചത്. എടുക്കുക ഔട്ട് ഓഫ് റേഞ്ച് ആയതാണ്. അള്ളാഹുവും റസൂലും തമ്മിലുള്ള ബന്ധം ഡിസ്കണക്ട് ആയി പോയി അല്ലെ? ഫത്രത്തുൽ വഹയാണ്, വഹയിന്റെ ഇടവേള എന്നാണ് ആ കാലം അറിയപ്പെടുന്നത്. ഒരു 2 മാസമോ അതിൽ കൂടുതലോ വഹയി ഇറങ്ങുന്നില്ല. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ അസ്വസ്ഥനായിട്ട് മരുഭൂമിയിലൂടെ ഉഴറി നടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നാണ്. അതിന്റെ ഒടുവിലാണ് ഈ സൂറ ഇറങ്ങുന്നത് അല്ലെ? പകൽ വെളിച്ചമാണ്, ഇരുൾമുറ്റി ശാന്തമായ രാത്രിയാണ് എന്ന കവിത പോലെ പറഞ്ഞാണ് ഈ സൂറ തുടങ്ങുന്നത് തന്നെ. ജീവിതത്തില് വെളിച്ചം ഉണ്ടാവും, ഇരുട്ടുണ്ടാവും അല്ലെ? പകലുണ്ടാവും, രാത്രി ഉണ്ടാവും, ജോലി തിരക്കുണ്ടാവും, ഒഴിവുവേള ഉണ്ടാവും. മാ വദ്ദഅക റബ്ബുക വമാ ഖല. നിന്റെ റബ്ബ് നിന്നെ കൈവെടിഞ്ഞിട്ടില്ല, നിന്നെ വെറുത്തിട്ടില്ല. നീ എന്താ ഇങ്ങനെ?
ശരിക്കും ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഓതുമ്പോൾ പടച്ചോനിങ്ങനെ പുറകിലൂടെ വന്നിട്ട് നമ്മളെ കണ്ണ് പൊത്തിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സംസാരിക്കും പോലെയാണത്, അല്ലേ? അങ്ങനത്തെ ഒരു ഫീലാണ് ആയത് ഓതുമ്പോൾ. മൂസ അലൈഹി ഇസ്ലാം ശരിക്കും അത് അനുഭവിക്കുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാം തോരിസീനയിലെത്തിയപ്പോൾ പഠിച്ചു പറഞ്ഞില്ലേ, ഇന്നി അന റബ്ബുക്, ഞാൻ നിന്റെ റബ്ബാണ് മൂസ, ഞാനും നീയും ഉണ്ടാവും, ഞാനും നീയും. ഇന്നി അന റബ്ബുക് ഫഖ്ലഅന അലൈക്, ചെരുപ്പ് അഴിച്ചു വെക്ക. നമ്മളിപ്പോ കയറി വന്ന പോലെ അത്രയും അടുത്ത് വന്ന് നിൽക്കാൻ. ഇപ്പോഴല്ലേ ചോദിച്ചത്, ഒന്ന് കണ്ടോട്ടെ, അല്ലേ? പഠിച്ചവനോട് ചോദിക്കുന്നുണ്ട്, ഒന്ന് കണ്ടോട്ടെ, റബ്ബി അരിനി അൻദുർ ഇലൈക്. ദുനിയാവിൽ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ എന്താ വഴി? ഇതാണ്, വേദങ്ങളാണ് ഇതിന്റെ വഴി. വിശുദ്ധ ഖുർആനാണ്, അന്ന് തൗറയാണ്, ഇന്ന് ഖുർആനാണ് അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്ക് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സ്വദർ നമ്മൾ പറഞ്ഞു, അല്ലെ? സ്വദർ ഇങ്ങനെ നമ്മൾ ചിലത് അകത്തേക്ക് എടുത്തു വെക്കേണ്ട രഹസ്യ അറയാണ് സ്വദർ. മൂന്നാമതൊരു അറയുണ്ട്, അതിന്റെ പേരെന്താ? അതിന്റെ പേര് ഫുആദ് എന്നാണ്. ഖുർആനിൽ വന്ന വാക്കാണ്. ഫുആദ് വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം? സാധാരണ ഹൃദയം നമ്മൾ പറയെങ്കിലും ഫാദ എന്ന് പറഞ്ഞാൽ ഞെരിപ്പോടിന്റെ അകത്ത് കനൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കനല്, തീ ഇങ്ങനെ കത്തിയിട്ട് കനലായിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഫാദ. അപ്പൊ നമ്മൾ നേരത്തെ അകത്ത് സ്വദൂറിലേക്ക് എടുത്തു വെച്ച വചനങ്ങളില്ലേ, അതിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കണം, അതിങ്ങനെ കത്തി കനല് പോലെ നിൽക്കണം. ഓരോ ആയത്തും ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും ബേജാറും ഉണ്ടാകണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക. എന്തുകൊണ്ട് ഖുർആൻ ഒന്നിച്ചിറങ്ങിയില്ല, അല്പാൽപമായിട്ട് സാന്ദർഭികമായിട്ടല്ല ഇറങ്ങിയത്? അപ്പൊ ഓരോന്നും മനസ്സിനെ അകത്തേക്ക് എടുത്തു വെച്ച് അതിങ്ങനെ കനല് പോലെ ഊതി കാച്ചിയെടുത്ത് ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അല്ലെ? നമ്മൾ ഖൽബ് കൊണ്ട് ഖുർആൻ ഏറ്റുവാങ്ങി സ്വദറിലേക്ക് എടുത്തു വെച്ച് അത് പിന്നെ അടുപ്പിലേക്ക് എടുത്തു വെക്കണം എന്ന് പറഞ്ഞാൽ, പടച്ചോനെ ഒരായത്തെങ്കിലും ജീവിതം കൊണ്ട് എനിക്ക് നടപ്പിൽ വരുത്തേണമേ എന്നുള്ള ആഗ്രഹം ഉണ്ടാകലാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിലേക്ക് എത്തിച്ചേരലാണ് പ്രധാനം. അത് എത്രയാണോ സാധിക്കുക അത്ര, അല്ലെ? നമ്മുടെ ജീവിതം കൊണ്ട് എത്ര കഴിയുമോ അത്ര. അത് വ്യക്തിതലത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ സാധിക്കേണ്ട ഒരു കാര്യമാണത്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്നാണ് ശരിക്കും തുടങ്ങുന്നത്. ഖുർആനിൽ തന്നെ അങ്ങനെ സംഭവങ്ങൾ പലതും കാണാം. ഉദാഹരണത്തിന് സൂറത്തുൽ ഹുജുറാത്തില് 2-ാമത്തെ ആയത്തില്ലേ, അറിയില്ലേ? യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് തുടങ്ങുന്നത്. ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി. അങ്ങനെ ഒരു ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്തരുത്. അവിടുത്തെ സാന്നിധ്യത്തില് ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. അത് അദബുകേടാണ്, അല്ലെ? അദബുകേടാണ്. ഇന്ന് റസൂല് കൂടെ ഇല്ല, പക്ഷേ നമ്മുടെ അധ്യക്ഷനെ നമ്മൾ മാനിക്കണ്ടേ എന്നുള്ള ഒരു സന്ദേശം കൂടി അതിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുമ്പോൾ അധികം ഉച്ചത്തിൽ വർത്തമാനം പറയരുത് എന്നൊരു ആയത്തിറങ്ങി. ഈ ആയത്തിറങ്ങിയതിന് ശേഷം റസൂലിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്വഹാബി റസൂലിന്റെ അടുത്തേക്ക് വരുന്നില്ല. ആരാണ്? സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കാണുന്നില്ല, നിസ്കരിച്ച് പെട്ടെന്ന് പോയി കളയുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, സാബിത്ത് ഇബ്നു ഖൈസ് എവിടെ പോയി? അപ്പൊ അദ്ദേഹം വീട്ടിലുണ്ട്. ആരാണെന്ന് അറിയാം? നല്ല കലാകാരനാണ്, ഗാംഭീര്യമുള്ള ശബ്ദത്തിന്റെ ഉടമയാണ്, നല്ല പ്രഭാഷകനായിരുന്നു സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം എന്താ റസൂലിന്റെ അടുത്ത് വരാത്തത്? ഇതാണ് പ്രശ്നം. ശബ്ദം വല്ലാതെ ഉയർന്ന ശബ്ദമായതുകൊണ്ട് റസൂലിനോട് സംസാരിക്കുമ്പോൾ അത് വല്ലാതെ ഉച്ചത്തിലായി പോവോ എന്നുള്ള പേടി കൊണ്ടാണ്. അങ്ങനെ നമ്മൾ പറയില്ലേ, ചിലർ സംസാരിക്കുമ്പോൾ രഹസ്യം പറഞ്ഞാൽ അയൽവക്കത്ത് കേൾക്കുമെന്ന് പറയും, അല്ലെ? അങ്ങനെയുള്ള സൗണ്ടാണ്.
അപ്പൊ ഒരാളെ വിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിപ്പിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ഒരു ആയത്ത് ഇറങ്ങിയില്ലേ, അവിടുത്തെ സന്നിധിയിൽ വെച്ച് ഒച്ചത്തിൽ വർത്തമാനം പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അൻ തഹ്ബത അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകുന്നാ പറഞ്ഞത്. പിന്നെ ആരെങ്കിലും പോകുമോ? പേടിയാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകാത്തത് എന്നാ പറഞ്ഞത്. അപ്പൊ ചെന്ന ആള് ചോദിച്ചു, ഇങ്ങനെയായാൽ റസൂലുള്ളാഹിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകില്ലേ, അവിടുത്തെ ഇൽമിന്റെ മജ്‌ലിസും ആ സാന്നിധ്യമൊക്കെ താങ്കൾക്ക് നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ വീട്ടിലിരുന്ന് മെല്ലെ മെല്ലെ വർത്തമാനം പറഞ്ഞ് പഠിക്കാണ്. ആലോചിച്ച് നോക്ക്. ഗാംഭീര്യമുള്ള ശബ്ദത്തിന്റെ ഉടമയായ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി സംസാരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ പതിയെ ശബ്ദം താഴ്ത്തിയിട്ട് സംസാരിച്ചു പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളാണെങ്കിൽ എന്താ പറയാ, ഞാനെന്ത് ചെയ്യാനല്ലേ, എന്റെ സൗണ്ട് ഇങ്ങനെയായത് ഞാനാണോ കുറ്റക്കാരൻ എന്ന് പറഞ്ഞ നമ്മൾ കുറച്ചുകൂടി സൗണ്ട് കൂട്ടി പറയും അല്ലേ? എന്ന് പറഞ്ഞാലേ ഒരു മനുഷ്യന്റെ പ്രകൃതത്തിൽ പോലും മാറ്റം വരുത്താൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. സ്വന്തം പ്രകൃതത്തെ, സ്വഭാവത്തെ മാത്രമല്ല, പ്രകൃതിപരമായ പ്രത്യേകതകളെ പോലും ഖുർആനിനനുസരിച്ച് മാറ്റിമറിക്കാനുള്ള ശ്രമമാണ് ആദ്യ തലമുറ നടത്തിയത്. ഇങ്ങനെ ഒരുപാട് സംഭവം ഇവിടെ അങ്ങോട്ട് നമുക്ക് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന സംഭവങ്ങൾ ഉദ്ധരിക്കാൻ പറ്റും അല്ലെ? അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയാണ് അവർ വ്യക്തി തലത്തില് വിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. അത് സ്വന്തം ജീവിതവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു അവര്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സില് മസ്ജിദുൻ നബവിയില് അവിടുന്ന് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറത്തു സിൽസാൽ പഠിപ്പിക്കുകയാണ്, അസ്സൽസല. അതിൽ അവസാനത്തെ 2 ആയത്തില്ലേ, ഫമൻ യഅമൽ മിസ്ഖാല ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. എല്ലാവർക്കും അർത്ഥം, ആർ അണു അളവ് നന്മ ചെയ്യുന്നുവോ അത് അവൻ കാണും, തിന്മ ചെയ്യുന്നുവോ അത് അവനും കാണും. വിചാരണയുടെ അതിസൂക്ഷ്മമായ ഒരു തലമാണത്. അണു അളവ് നന്മയായാലും തിന്മയായാലും അതിന്റെ ഫലം അയാൾ അനുഭവിക്കും. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നിയോ? അതിനപ്പുറത്ത് തോന്നുന്നുണ്ടാവും. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അള്ളാഹുവിന്റെ ഒരു പ്രസ്താവനയാണ്. നാളത്തെ പരലോക വിചാരണ ഇത്രയും സൂക്ഷ്മമാണ് എന്ന് മനസ്സിലാക്കാം. അണു അളവ് എന്നാണ്, അതിനിസാരമായ ഒരു കാര്യം പോലും. ഇതിനപ്പുറം വല്ലതും കിട്ടിയ നമുക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പഠിപ്പിക്കുമ്പോൾ ആ സദസ്സിന്റെ മൂലയിൽ ഒരാളിങ്ങനെ കരയാൻ തുടങ്ങി. കരഞ്ഞ് അതിങ്ങനെ പൊട്ടിക്കരച്ചിലായി, ഒച്ചത്ത് കരയാൻ തുടങ്ങി. അപ്പൊ എല്ലാരും തിരിഞ്ഞു നോക്കി, ആരാണ്? അബൂ സഈദ് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുബ്കീക യാ അബാ സഈദ്, അബൂ സഈദ് എന്താണ് താങ്കളെ കരയിച്ചത്? വേറെ ആർക്കും ഒരു കുഴപ്പമില്ല, നമ്മളെ പോലെ കൂളായിട്ടിരിക്കാൻ എല്ലാവരും. എന്താണ് താങ്കളെ കരയിച്ചത്? അദ്ദേഹം പറയാം, റസൂലേ ഇങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം തുലഞ്ഞത് തന്നെ റസൂലേ, എനിക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും ഇല്ലല്ലോ. അണു അളവ് നന്മ അണു അളവ് തിന്മയും തൂക്കിക്കണക്കാക്കിയാണ് വിചാരണയെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാൻ റസൂലേ എന്ന് പറഞ്ഞത് പിന്നെയും കരയാണ്. ആരാ? അബൂ സഈദ്. നിസ്സാരമൊന്നുമില്ല, മഹാനായ സ്വഹാബിയാണ്. ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അൻസാരിയായ സ്വഹാബിയാണ്. പിന്നെ എന്താ പ്രശ്നം? അദ്ദേഹത്തിന് തോന്നിപ്പോയി ഈ ആയത്ത് കേട്ടപ്പോ എന്റെ നന്മകളെക്കാൾ കൂടുതൽ തിന്മകളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് തോന്നിപ്പോയതാണ്. ഇതാണ് ശരിക്കും ഫുആദിലേക്ക് എടുത്തു വെക്കാന്ന് പറഞ്ഞാല്. കണ്ടോ? അപ്പൊ മനസ്സ് ഇരിയാൻ തുടങ്ങി അല്ലെ? ബേജാറായി. വെറുതെ അസ്വസ്ഥപ്പെടാനല്ല, ഖുർആനുമായി ബന്ധിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ വിചാരണ നടത്തുമ്പോൾ ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു ബേജാറിന്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതുണ്ടായി കിട്ടിയാൽ
അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. സഹാബത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവര് വല്ലാത്ത ഒരു അത്ഭുത ജന്മമായിട്ടാണ് പൊതുവെ നമ്മൾ പറയാൻ, അല്ലെ? പക്ഷെ ശരിക്കും ഖുർആൻ അവർക്കും നമുക്കും വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ, അല്ലെ? ആണ്. അവരുടെ ജീവിതത്തിൽ നമുക്ക് 3 ഘട്ടങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പന അവര് നടപ്പിലാക്കി എന്നുള്ളതാണ്, അല്ലെ? അത് ഏറ്റെടുത്തു. രണ്ടാമത്തെ ഘട്ടം എന്താണെന്നറിയോ? അള്ളാഹു അവരെ കുറിച്ച് ഖുർആനിൽ ആയത്തിറക്കി എന്നുള്ളതാണ്. അങ്ങനെയല്ലേ? മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, സൂറത്തുൽ അഹ്സാബിലെ ആ മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പുകഴ്ത്തി പറയാണ്. അള്ളാഹുവിന്റെ കൽപ്പന ജീവിതം കൊണ്ട് സാക്ഷാത്കരിച്ചപ്പോ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചില ആൾക്കാരുണ്ട്. അവരെന്താ ചെയ്തത്? പടച്ചോനുമായുള്ള കരാറിനെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിച്ചു. അവരില് ഇനിയുള്ളവര് അവസരം കാത്തു നിൽക്കുകയാണ്, അല്ലെ? ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇതെങ്ങനെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്ന് അവസരം കാത്തിരിക്കുകയാണ് അവര് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അവരുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതേ വഴിയിൽ അവര് മുന്നോട്ട് പോകും. ഇങ്ങനെ അല്ലാഹു അവരെ വിശേഷിപ്പിച്ചു. മൂന്നാമത്തെ ഘട്ടം എന്താണെന്നറിയാം? അവരുടെ മനസ്സിലെ ചിന്തകളെ ഖുർആൻ ആയത്തായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ച ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ വചനങ്ങളും എൻ്റെ ചിന്തയും തമ്മിൽ ചേർന്നു നിന്നു എന്ന് പറയുന്നുണ്ട്, അല്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, അത് ഖുർആനിൽ ആയത്തായിട്ട് ഇറങ്ങി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതിലൊന്ന് എന്താണെന്നറിയോ? മഖാമു ഇബ്രാഹിം ഇല്ലേ, കഅബത്തിന്റെ ചാരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ചവിട്ടി നിന്ന മഖാം, അത് മുസല്ലയാകണം എന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമായിരുന്നു. ഖുർആനിലെ ആയത്തിറങ്ങി വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, അല്ലേ? ആയത്തിറങ്ങി. ഇങ്ങനെ ചില സംഭവം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ തങ്ങളുടെ മനസ്സിലെ ചിന്തകളെ അള്ളാഹു ഖുർആനിൽ ആയത്താക്കിയിട്ട് ഇറക്കി എന്നുള്ളതാണ് സഹാബത്തിന്റെ മഹത്വം. നമ്മൾ അങ്ങനെ ഖുർആന്റെ കൂടെ ഓടിയെത്താൻ ശ്രമിക്കാറുണ്ടാവും. നമ്മൾ സാധാരണ പറയില്ലേ, അഖീമുസ്സലാം കുഴപ്പമില്ല, ആത്തു സക്ക പറയുമ്പോഴാണ് പ്രശ്നം, അല്ലെ? നിസ്കാരം എത്ര വേണമെങ്കിൽ നിസ്കരിക്കാൻ സമയം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആത്തു സക്ക, ആ സക്കാത്ത് നൽകുവിൻ. അപ്പൊ പിന്നെ ഒരുപാട് മസ്അല പ്രശ്നം, അല്ലെ? എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, സംശയം തീരുന്നില്ല എന്ന് സാധാരണ നമ്മൾ പറയും, അല്ലെ? നിലപാടിന്റെ പ്രശ്നമാണ്. നമ്മൾ നിസ്കാരത്തില് സജീവമാകുമ്പോഴും സക്കാത്തിന്റെ കാര്യത്തിൽ ജാഗ്രത ഉള്ളവരാകുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ പിറകോട്ട് പോയി പോകുന്ന ഒരവസ്ഥ പൊതുവെ നമുക്ക് കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പകർന്നു കൊടുത്ത ആയത്തുകളെ അങ്ങനെ തന്നെ അവർ നെഞ്ചേറ്റി എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ വരുമ്പോ ഉണ്ടല്ലോ, മനസ്സ് സ്വസ്ഥമാകും. ഖുർആനിനോടൊപ്പമുള്ള നമ്മുടെ സഞ്ചാരം വേഗത്തിലാവും. പുതിയ കാലത്ത് പലതരം ബേജാറാണ്, അല്ലെ? ചില ഇംഗ്ലീഷ് അക്ഷരമൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഉറക്കത്തൊക്കെ ഞെട്ടി എണീക്കുന്നു. CAANRC. ഇപ്പൊ എന്തായാലും പുതിയൊരു 3 അക്ഷരം വന്നില്ലേ? SIR, സർ. എന്താണ്, അല്ലെ? ആകപ്പാടെ ബേജാറ്. 2002 അല്ലെ? ബാപ്പാന്റെ പേരുണ്ടോ, ഉമ്മാന്റെ പേരുണ്ടോ? ബാംഗ്ലൂരുകാരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, അല്ലെ? എന്താ ഇങ്ങനെ ബേജാറാകുന്നത്? എന്താ കാരണം? അല്ലാഹു പറഞ്ഞതല്ലേ, നിങ്ങൾ ദുഃഖിക്കാതിരിക്കൂ, പഠിച്ചോൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് നമുക്ക് ആകെ ടെൻഷനാണല്ലോ പുതിയ കാലത്ത്. ഇനി എന്താണ് വരാൻ പോകുന്നത്, അല്ലെ? ബേജാറാണ്. ഇത് പുതിയതൊന്നുമല്ല, നേരത്തെ ഉള്ളത് തന്നെയാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അന്നത്തെ കാലത്ത് ഇതുപോലെ ചാനലുകാരും മീഡിയക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്, എന്ത്? ഇതാ ആൾക്കൂട്ടം നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു, അവരെ പേടിക്കണം,
എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് അന്നും വർഷവും. പക്ഷേ വസാദഹും ഈമാന, അന്നത്തെ ആളുകൾക്ക് അത് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഭൗതിക സന്നാഹങ്ങളും അധികം കയ്യിൽ ഇല്ലെങ്കിലും അവർ ഈമാൻ കൊണ്ട് അതിനെ അതിജീവിക്കാൻ തീരുമാനിച്ചു. വസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് പഠിച്ചവൻ മതി, അവനാണ് പരമേൽപ്പിക്കാൻ ഉത്തമൻ. അല്ലെ, ഇത് വെറും വാക്കല്ല. ഒരുപാട് സന്ദർഭങ്ങളിൽ ബദർ മുതൽ അങ്ങോട്ട് ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോൾ അവരുടെ മന്ത്രം മാത്രമല്ല, അവരുടെ ജീവിത നിലപാട് ഉണ്ടായിരുന്നു. അല്ലെ, നമുക്കെന്താ അതിലേക്ക് എത്താൻ പറ്റാത്തത്? നമ്മൾ തളർന്നു പോകുന്നത് എന്താണ്? ഈ ഖുർആൻ ഖിയാമത്ത് വരേക്കും നിലനിൽക്കുന്നതാണ് എന്നല്ലേ? അത് നിലനിൽക്കുക നമ്മിലൂടെയാണ്. അള്ളാഹു സൂക്ഷിക്കും എന്ന് പറഞ്ഞത് ഇത് തീയിലിട്ട കത്തൂല എന്നാണ്. ഒരു ഖുർആന്റെ കോപ്പി എടുത്ത് തീയിലിട്ട് നോക്കുക. അങ്ങനെ പലയിടത്തും ഖുർആന്റെ കോപ്പി കത്തിച്ചിട്ടുണ്ട് അല്ലെ? വെള്ളത്തിലിട്ടാൽ അരിഞ്ഞു പോകൂലേ? ചിതലരിച്ചു പോകൂലേ? പിന്നെ എങ്ങനെ ജീവിക്കാം? നമ്മുടെ ഹൃദയത്തിലല്ലേ, നമ്മുടെ നിലപാടുകളിലാണ്. നമ്മൾ ജീവിതം കൊണ്ട് ഖുർആനിനെ ഏറ്റെടുക്കുമ്പോഴായിരിക്കും ആ നിലയ്ക്ക് ഖുർആൻ ലോകത്ത് സൂക്ഷിക്കപ്പെടുന്നത്, നിലനിൽക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനാൽ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. പിന്നെ വ്യക്തിതലത്തിൽ ചെയ്യേണ്ടത് ഇതാണ്: വിശുദ്ധ ഖുർആനിനെ അകത്തേക്ക് എടുത്തു വെക്കണം. ഞാനും എൻ്റെ റബ്ബും എന്ന നിലയിൽ വിശുദ്ധ ഖുർആനിനെ സമീപിക്കുമ്പോൾ ഖുർആനിലെ കൽപ്പനകൾ നമുക്ക് വളരെ മധുരതരമായ അനുഭവമായിട്ട് മാറും എന്നതാണ്. അങ്ങനെ വ്യക്തി ഖുർആനെ സമീപിക്കുമ്പോൾ അത് കുടുംബത്തിലേക്കും പകരും, അത് സമൂഹത്തിലേക്കും സ്വാഭാവികമായിട്ടും വ്യാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അല്ലെ, വിഷയങ്ങൾ ഒരുപാട് പല തലത്തിൽ പലതിനോട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഖുർആൻ ടോക്കിലൂടെയും അതുപോലെ ഖുർആൻ സ്റ്റഡി സെന്റർ ക്ലാസ്സുകളിലൂടെയും നിരന്തരം ഖുർആനിനെ ശ്രവിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് നമ്മൾ എന്നതിനാൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ആ കടലിൽ നിന്ന് മുത്തുകളും പവിഴങ്ങളും വാരിയെടുക്കുന്നവരാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചവനെ, വിശുദ്ധ ഖുർആനിന്റെ വാഹകരിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നാഥ. സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ റബ്ബേ. ഉപജീവനം തേടി പല സാഹചര്യങ്ങളിലും ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നവരാണ്. അല്ലാഹുവേ, എല്ലാവരുടെയും ജോലിയിലും ഉപജീവന മാർഗങ്ങളിലും ജീവിതത്തിലും കുടുംബത്തിലും എല്ലാം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇങ്ങനെ നമുക്ക് ഒത്തുചേരാൻ മറ്റൊരു സ്റ്റേറ്റിൽ മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ഒരു നാട്ടിൽ എനിക്ക് ഒരുമിച്ച് കൂടാൻ അവസരം ലഭിക്കുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ്. തീർച്ചയായും ഇതിനൊക്കെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ഒരുപാട് മനസ്സുകൾ, ഒരുപാട് മുഖങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാവും. നമ്മുടെ കടവത്തൂരിലെ മൂസ സാഹിബ് മുതൽ ഒരുപാട് പേര്. അല്ലാഹുവേ, അവർക്കെല്ലാം ധാരാളം പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും നിങ്ങൾക്ക് മുമ്പേ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ചേർത്ത് ഒരുമിച്ച് ചേർത്ത് സന്തോഷകരമായി സ്വർഗത്തിൽ ഒത്തുചേരാൻ തൗഫീഖ് നൽകണേ നാഥ. രോഗങ്ങൾ കൊണ്ടും മാനസിക പ്രയാസങ്ങൾ കൊണ്ടും മറ്റ് പലവിധ പ്രതിസന്ധികൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട്. അല്ലാഹുവേ, ശിഫയും സിഹത്തും ആഫിയത്തും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ നാഥ. ബാംഗ്ലൂർ എന്ന് പറയുന്ന ഈ സിറ്റിയിൽ പഠിക്കുന്നവരും തൊഴിൽ ചെയ്യുന്നവരും കേട്ട് ഒരുപാട് യുവാക്കളുണ്ട്, യുവ സുഹൃത്തുക്കളുണ്ട്. റബ്ബേ, ഹിദായത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ അവർക്കെല്ലാം തൗഫീഖ് നൽകണേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് എത്തിയത് ഒരു 2-3 ദിവസം പ്രോഗ്രാം ആയിട്ടാണ്. കുറച്ച് സഹോദരങ്ങളെ